എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഗിഫ്റ്റ് വന്നു ആമസോണിൽ നിന്ന്. ആമസോണിലായതുകൊണ്ട് ഞാൻ സാധാരണ സ്ഥിരം ഓർഡർ ചെയ്തതായതുകൊണ്ട് ഞാനിങ്ങനെ നോർമലായിട്ട് തുറന്നു. എൻ്റെ പേരിലുള്ള സ്ഥിരം വരുന്ന ഡെലിവറിക്കാർ ഞാൻ തുറന്നപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സാധനമല്ല. ഞാൻ വിചാരിച്ചത് ഞാൻ ഓർഡർ ചെയ്ത സാധനമൊന്നുമല്ല. അപ്പം നോക്കിയപ്പോൾ ഇതേ സാധനം വന്നത് ഇതാണ്. ഒരു ഭരതനാട്യത്തിൻ്റെ ജ്വല്ലറി സെറ്റ്, മാല, ലോങ് ചെയിൻ, പിന്നെ കമ്മലും. ഇതാണ് 2 കോഫി മഗ്, മോം ഡാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 കോഫി മഗ്. ആളുടെ പേരുണ്ട്, അപ്പം നമ്പർ ഇല്ല കേട്ടോ. അപ്പം എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു ഇതും കിട്ടുന്നില്ല. എല്ലാ അഡ്രസ്സ് എവിടെ നിന്ന് കിട്ടി, മുരളിയുടെ അഡ്രസ്സ് കൊടുത്തിട്ടില്ല, ആരും അഡ്രസ്സ് കൊടുത്തിട്ടില്ല. അപ്പം എൻ്റെ അഡ്രസ്സ് എവിടെ നിന്ന് കിട്ടി, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ആരാ അയച്ചത്. അപ്പം എൻ്റെ നമ്പർ ഏതെങ്കിലും കോണ്ടാക്ട് നമ്പർ ഒക്കെ എൻ്റെ ലൈഫ് കോച്ചിങ് മിക്ക വീഡിയോസിലും ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പം ആ നമ്പറിലൊന്നും മെസ്സേജ് അയക്കുന്നത് ആരാ ഒന്നും എനിക്ക് മനസ്സിലാവാതെ ഇല്ല. എവിടുന്ന് വന്നു, എന്ത് വന്നു, ഒരു പിടിയും കിട്ടത്തില്ല. എൻ്റെ അഡ്രസ്സ് എങ്ങനെ കിട്ടി ഒന്നും മനസ്സിലാവുന്നില്ല. എവിടെന്തോ ഒരു ഗിഫ്റ്റ് വന്നു. എന്തായാലും ആരാ അയച്ചെങ്കിലും താങ്ക്സ് എ ലോട്ട്. എനിക്ക് ആളുടെ പേര് പറയാവോ ഇല്ലയോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആളുടെ പേര് മെൻഷൻ ചെയ്യാത്തത്. ഇനിയും ഇതിലൂടെ പറയുന്നത് പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ. സാധാരണ ഞാൻ എല്ലാവരുടെയും പേര് അവരുടെ പെർമിഷൻ ചോദിച്ചിട്ടല്ലേ പറയുന്നത്. ഇപ്പം എൻ്റെ ക്ലയൻസിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ലൈഫ് കോച്ചിങ് ക്ലയൻസിൻ്റെ പേര് ഞാൻ പുറത്ത് പറയുന്നത് അവർക്ക് പ്രോബ്ലം ഇല്ല എന്ന് പറയുമ്പോഴാണ് അവരുടെ പേര് പറയുന്നത്. ഇതിപ്പോൾ എനിക്കറിയില്ല പറയാമോ ഇല്ലയോ. നമുക്ക് ഇത് ആലപ്പുഴയിലുള്ള ഒരു ലേഡി തന്നെയാണ് അയച്ചേക്കുന്നത്. പക്ഷെ എനിക്കറിയില്ല ആരാന്ന്. അപ്പം താങ്ക്സ് അലോട്ട്. എനിക്ക് സർപ്രൈസ് കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് താങ്ക്സ് അലോട്ട്. ജ്വല്ലറി സെറ്റ് സൂപ്പർ ആയിട്ടുണ്ട്, ഇതും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം ഇത് കാണിച്ചിട്ട് ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോഫി കുടിക്കാം എന്ന് വെച്ചിട്ടാണ് വീഡിയോയിൽ കാണിച്ചിട്ട്. ഓക്കെ, അപ്പം വൺസ് അഗെയിൻ താങ്ക്സ് അലോട്ട്. ആരാന്ന് അറിയാൻ വേണ്ടിയിട്ടൊരാഗ്രഹം. എൻ്റെ അഡ്രസ്സ് എങ്ങനെ കിട്ടി. അപ്പോൾ അതൊക്കെ ഒരു സർപ്രൈസ് ഫാക്ടറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എങ്ങനെ വന്നു അഡ്രസ്സൊക്കെ ഒന്ന് മെസ്സേജ് അയക്കണേ.